നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മറ്റുള്ളവരുടെ വിജയഗാഥകൾ കേട്ടുകൊണ്ട് പരിഹരിക്കാനായെന്ന് വരില്ല. പ്രത്യേകിച്ചും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന വേദനയുടെ നിമിഷങ്ങളിൽ. പക്ഷേ ചിലരുടെ കഥ കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാകും, അവർ പൊരുതിയതിന്റെ പകുതി പോലും ഞാൻ പൊരുതിയിട്ടില്ല. അത്തരമൊരു കഥാനായകനാണ് കാമി റദ. 31 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. വയസ്സ് 55. ഇനിയും കയറും. 32ാമത്തെ എവറസ്റ്റ് ആരോഹണം ബാക്കിയുണ്ട് എന്ന ചിന്തയല്ലേ കാമിയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവറസ്റ്റ് പോലെ കഠിനമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒന്നിനെ തലയിൽ കയറ്റി വയ്ക്കൂ. വിഷാദവും ആത്മഹത്യാ ചിന്തകളും ഇല്ലാതാകുമെന്നല്ല, നിങ്ങൾക്ക് അതിനൊന്നും സമയമുണ്ടാകില്ല. നേപ്പാളിലാണ് കാമിയുടെ വീട്. നേപ്പാളിലെ സോളുഖുംബു ജില്ലയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന തെയ്യം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാൽ വെയിൽ തെളിയുമ്പോൾ എവറസ്റ്റ് കാണാം. കാമി റദയുടെ വീട് അവിടെയാണ്. അതിനടുത്താണ് എഡ്മണ്ട് ഹിലരിക്കൊപ്പം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗെ എന്ന ഷെർപ്പയുടെ ബാല്യകാല വസതി. തെയ്മിലെ കാമിയുടെ ചെറിയ ഒറ്റമുറി വീട്ടിൽ മാതാപിതാക്കളും മക്കളുമായി 10 പേരുണ്ടായിരുന്നു. സ്കൂളിലെത്തണമെങ്കിൽ 4 മണിക്കൂറിലേറെ നടക്കണം. വൈകുന്നേരവും ഹിമാലയത്തിലെ മലയിടുക്കുകൾ കയറി ഇറങ്ങി വേണം വീട്ടിലെത്താൻ. 10 വയസ്സായപ്പോൾ പഠനം നിർത്തി. പിന്നെ ഗ്രാമത്തിലെ മറ്റു ഷെർപ്പകൾക്കൊപ്പം മലകയറ്റം തുടങ്ങി. യഥാർത്ഥ ലക്ഷ്യം ബുദ്ധസന്യാസിയാകണമെന്നായിരുന്നു. തേമിൽ തന്നെയുള്ള ആശ്രമത്തിൽ ചേർന്നെങ്കിലും അതും ഉപേക്ഷിച്ചു. അപ്പോഴേക്കും ഒറ്റമുറി വീട്ടിലെ താമസക്കാർക്കൊപ്പം തണുപ്പിന്റെ കൂടെ പട്ടിണിയും സ്ഥിരതാമസമാക്കിയിരുന്നു. മറ്റു വഴികളൊന്നുമില്ല. വരുമാനത്തിനായി പിതാവിനൊപ്പം പർവ്വതാരോഹകരുടെ ഗൈഡായി പണിയെടുത്തു. രോഗിയായ പിതാവിന് ജോലിക്ക് പോകാനാകാതെ വന്നതോടെ കാമി എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ചുമട്ടുകാരനായി. 22 വയസ്സിൽ ബേസ് ക്യാമ്പിൽ പാചകക്കാരൻ. പിന്നീട് കൊടുമുടി കയറാൻ വലിയ താമസം ഉണ്ടായില്ല. 1994 ആദ്യമായി കാമി റദ എവറസ്റ്റ് കീഴടക്കി. 2017 21ാമത് തവണ എവറസ്റ്റ് കീഴടക്കിയപ്പോൾ ആ സ്ഥാനത്ത് മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു, അപ്പ ഷെർപ്പ, ഫുർബ താഷി ഷെർപ്പ. 2018 മെയ്യിൽ 22 തവണ എവറസ്റ്റ് കയറിയ ആദ്യത്തെ ആളായി കാമി റെക്കോർഡിട്ടു. പക്ഷേ 2019 വിശ്വരൂപം പുറത്തെടുത്തത്. അക്കൊല്ലം മെയ് 15 23ാമത് തവണ എവറസ്റ്റ് കയറിയ കാമി സ്വന്തം റെക്കോർഡ് തിരുത്തി. പക്ഷെ കാര്യമായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും നിൽക്കാതെ കാമി വീണ്ടും ഒറ്റപ്പോക്ക് എവറസ്റ്റിലേക്ക്. മെയ് 21 പുലർച്ചെ എവറസ്റ്റിന് മുകളിലെത്തി. ലോകമാധ്യമങ്ങളിൽ മുഴുവൻ വാർത്തയായി. പക്ഷെ കാമി ശാന്തനായിരുന്നു. എനിക്ക് എവറസ്റ്റിനെ നന്നായിട്ടറിയാം. തിരികെ എത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. ഭാര്യയോടും മക്കളോടും വിട പറഞ്ഞ് യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന സൈനികനെ പോലെയാണ് ഞാൻ ഓരോ തവണയും പുറപ്പെടുന്നത്. പക്ഷെ കാമി എല്ലാ വർഷവും തീർത്ഥാടനത്തിനെന്ന പോലെ എവറസ്റ്റിലെത്തും. അപകടകരമായ ഈ പണി നിർത്തി മറ്റെന്തെങ്കിലും ജോലി നോക്കാമെന്ന് പലതവണ പറഞ്ഞതാണെങ്കിലും ആര് കേൾക്കാൻ. കാമിയുടെ ഭാര്യ ലാക്പ ജാങ്മോ കാഠ്മണ്ഡുവിലെ വീട്ടിലിരുന്ന് പറയും, കാമി പറയുന്നത് ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെയാണ് ഈ പണി തുടങ്ങിയതെന്നും ആരോഗ്യം ഉള്ളിടത്തോളം കാലം എവറസ്റ്റ് കയറിയിരിക്കുമെന്നുമാണ്. 7 സമ്മിറ്റ് ട്രക്സ് എന്ന കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ പർവ്വതാരോഹകരുടെ ഗൈഡാണ് കാമി ഇപ്പോൾ. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്കാണ് കാമി 31ാമത്തെ തവണ എവറസ്റ്റിന് മുകളിലെത്തി സ്വന്തം റെക്കോർഡ് തിരുത്തിയത്. നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചോമോ ലുക്മ എന്നും അറിയപ്പെടുന്ന എവറസ്റ്റിന്റെ ഉയരം 29,029 അടിയാണ്. മഞ്ഞിന്റെ ഉയരം അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. 26,247 അടി കഴിഞ്ഞാൽ ഓക്സിജൻ തീരെയില്ലാത്ത മരണമേഖലയാണ്. പിന്നെ അപ്രതീക്ഷിതമായി എത്തുന്ന ഹിമക്കാറ്റും ഹിമപാതവും പർവ്വതാരോഹകരുടെ ജീവനെടുക്കും. തണുപ്പാണ് യഥാർത്ഥ വില്ലൻ. -160 ഡിഗ്രി വരെ അത് താണുപോകാം. എവറസ്റ്റിലേക്ക് പോയ 340 പേർ തിരികെ വന്നിട്ടില്ല. മൃതദേഹം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തണുപ്പിൽ കേടാകാത്ത മൃതദേഹങ്ങൾ മറികടന്നാണ് പർവ്വതാരോഹകർ പോകുന്നത്. ആ മൃതദേഹങ്ങൾ പരാജിതരുടേതല്ല, കഠിന പരിശ്രമങ്ങളാൽ വിജയം അടയാളപ്പെടുത്തിയവരുടേതാണ്. അതെ, വിജയം മാത്രമല്ല, വിജയിക്കാനുള്ള പരിശ്രമവും വിജയതുല്യമാണ്. കാമി റദ ആദ്യം കയറിയത് എവറസ്റ്റിലല്ല, വീട്ടുപരിസരത്തെ ചെറിയ മലകളും പിന്നീട് ഹിമാലയത്തിലെ ഉയർന്ന മലകളും കാലക്രമേണ K2, മൗണ്ട് ലോഡ്സെ, ചോയു തുടങ്ങിയവയുമൊക്കെ പലതവണ കയറിയാണ് ഒടുവിൽ മൗണ്ട് എവറസ്റ്റിലെത്തിയത്. എവറസ്റ്റിൽ പോലും ആദ്യം കയറിയതുപോലെ അല്ല 31ാമത് തവണ കയറിയത്. ചെറിയ പ്രതിസന്ധികളെ അതിജീവിച്ച് തുടക്കമിടാനാണ് കാമിയുടെ ജീവിതവും ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം തോൽപ്പിക്കുന്ന ക്ലേശങ്ങൾക്കൊന്നും നാളെ നമ്മെ ഭയപ്പെടുത്താനാവില്ല. ഇന്ന് തോൽക്കരുത്.